ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിത്യജീവങ്കലേക്കുള്ള വാതിലിൽ ഞങ്ങൾക്കായി തുറന്നു നൽകുകയും ആ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി ഞങ്ങളെ അവിടുത്തെ കൃപയിൽ നിലനിർത്തുകയും ചെയ്തിരിക്കുന്ന സ്വർഗത്തിലെ നല്ല തമ്പുരാനെ, പരിശുദ്ധ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധാലയത്തിൽ ഒരു ഞായറാഴ്ച ദിവസം കൂടെ ഒത്തൊരുമിച്ച് കൂടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം കരയിട്ടുന്നു കർത്താവേ. നാഥ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒത്തിരി പ്രതിബന്ധങ്ങളും ഒത്തിരി പ്രതികൂലങ്ങളും കടന്നു വരുമെന്നും കർത്താവേ, ആ പ്രതിസന്ധികളിൽ ഞങ്ങൾ വീണു പോകാതിരിക്കേണ്ടതിന് ദൈവമേ, ഞങ്ങൾ പുതിയ കർത്താവേ ജീവിത രീതികൾ, ശിഷ്യത്വത്തിൻ്റെ പുതിയ മാതൃകകൾ അവലംബിക്കേണ്ടവരുണ്ട് എന്നും കർത്താവ് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുവചനം ഞങ്ങളോട് ശക്തമായി ഇടപെടുകയും പുതിയ ധൈര്യത്തോടെ പുതിയ ഇച്ഛാശക്തിയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ, ദൈവമേ, വിശ്വാസ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ പരിശുദ്ധ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തു മുഖാന്തരം തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് സഭ പാഷൻ സൺഡേയായി, കഷ്ടാനുഭവ ഞായറാഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ചിന്തയ്ക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം ക്രൂശും ശിഷ്യത്വത്തിലേക്കുള്ള പുതിയ മാതൃകയും എന്നുള്ളതാണ്. ക്രോസ്, എ ന്യൂ പാരഡൈം ടു ഡിസൈപ്പിൾഷിപ്പ്. ക്രൂശും ശിഷ്യത്വത്തിലേക്കുള്ള ഒരു പുതിയ മാതൃകയും. സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ, പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ, മന്ത്രത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലൂടെ അനുയായികളെ സമ്പാദിക്കുന്ന കപട ആത്മീയത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ സമൃദ്ധി ഉണ്ടാകും. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന ഒരു തലത്തിലേക്ക് സുവിശേഷം തേജോവധം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദമായി ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിലെ യേശു ക്രിസ്തുവിനെയും ബർത്തിമായെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ശിഷ്യത്വത്തിൻ്റെ യാഥാർത്ഥ്യം എന്നത് കേവലം നാമമാത്രമായ സന്തോഷം മാത്രമല്ല, സങ്കടവും കൂടിയാണ്. സമൃദ്ധി മാത്രമല്ല, ഞെരുക്കവും കൂടിയുള്ളതാണ്. അംഗീകാരം മാത്രമല്ല, തിരസ്കരണവും കൂടിയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ക്രൂശിലെ ശബ്ദത്തെ ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അഥവാ ക്രിസ്ത്യാനി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ ജീവിത ഭാരങ്ങളാകുന്ന ക്രൂശുമെടുത്ത് യേശുവിനെ അനുഗമിക്കണം. കപടമായ വാഗ്ദാനങ്ങൾ ആ ശിഷ്യത്വ ജീവിതത്തിൽ ഇല്ല. എളുപ്പ വിദ്യകളോ വഴികളോ ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ജീവിതയാത്രയിൽ ഇല്ല. യഥാർത്ഥമായ അനുദിന ജീവിതം, പച്ചയായ ജീവിതം നയിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായിയായി ജീവിക്കുക എന്നാണ് ക്രൂശ് വാഗ്ദത്തം ചെയ്യുന്ന ശിഷ്യത്വം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ക്രൂശ് എടുക്കുക എന്നാൽ സഹനം മാത്രം ആഗ്രഹിക്കുന്ന കേവലം ഒരു മാനസിക വിഭ്രാന്തിയായിട്ടോ ഒരു മതഭ്രാന്തായിട്ടോ മാത്രം ഞാനും നിങ്ങളും കരുതുവാനായിട്ട് പാടില്ല. മറിച്ച് സ്വന്തം ജീവിതത്തിൽ യേശുവിനെ അനുകരിക്കലാണ് കുരിശെടുക്കുക എന്നതിൻ്റെ അർത്ഥം. സ്വന്തം ജീവിതത്തിൽ യേശുവിനെ അനുകരിക്കുന്നതാണ് കുരിശെടുക്കുക എന്നതിൻ്റെ അർത്ഥം. മടിയും അലസതയും ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയും സ്വന്തം കുടുംബത്തിന് താങ്ങാകുവാൻ പ്രയത്നിക്കുന്ന യുവതി യുവാക്കളും പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന ദമ്പതികളും മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ
ഉരുകിത്തീർക്കുന്ന അപ്പനും അമ്മയും, വൃദ്ധരായ മാതാപിതാക്കളെ മടികൂടാതെ പരിചരിക്കുവാൻ മുന്നിൽ വരുന്ന മക്കളും മരുമക്കളും, സ്വന്തം ഇഷ്ടങ്ങളെ പരിത്യജിച്ച് അവരൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമൊക്കെ അനുദിന ജീവിതത്തിലെ കുരിശിൻ്റെ വാഹകരാണ്. ഓരോ ദിവസവും ക്രൂശിനെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെയാണ് അത്തരത്തിലുള്ള മനുഷ്യരായി നമുക്ക് തിരിച്ചറിയുവാൻ, കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കുരിശ് വഹിക്കുന്നതിലൂടെ മാത്രമേ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. ഇന്നാളുകളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ക്രൂശിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പഴയതിലും അധികമായി ആ കുരിശിന് ഭാരം കൂടുന്നതായിട്ട് തോന്നാറുണ്ട്. ആ ക്രൂശിൻ്റെ അനുഭവങ്ങൾക്ക് ആഴവും വ്യാപ്തിയും കാഠിന്യവും വർദ്ധിക്കുന്നതായിട്ട് ഈ ലോക സാഹചര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തു നിന്നും ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന, അല്ലെങ്കിൽ നാം കാണാൻ പോകുന്ന ശിഷ്യത്വത്തിന് നേരെ ഉയരുന്ന കുരിശിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായി എന്താണ് ശിഷ്യത്വം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നാം ശിഷ്യരായി മാറേണ്ടത് എങ്ങനെയാണ് എന്ന് സുവിശേഷ വേദഭാഗത്തിലൂടെ വേഗത്തിൽ ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സുവിശേഷമായി വായിച്ചു കേട്ട തിരുവെഴുത്തിൻ്റെ വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് 10-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. മിണ്ടാതിരിപ്പാൻ പലരും ബർത്തിമായിയെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. മിണ്ടാതിരിപ്പാൻ പലരും ബർത്തിമായിയെ ശാസിച്ചിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മുൻപൊങ്ങുമില്ലാത്ത വിധത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ക്രൂശെടുത്ത് മുൻപോട്ട് നയിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നേരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് നിശബ്ദമാക്കപ്പെടൽ എന്നുള്ളതാണ്. നിശബ്ദമാക്കപ്പെടുന്ന ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ് ദാറ്റ് ഈസ് സൈലൻസ്ഡ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശബ്ദത്തെ നിശബ്ദമാക്കുന്ന, ആ ശബ്ദത്തെ അമർച്ച ചെയ്യുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഞാനും നിങ്ങളും ഇന്നാളുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വായിച്ചു കേട്ട പുതിയ നിയമ വേദഭാഗത്തിൽ യേശുവും ശിഷ്യന്മാരും യെരുശലേമിൽ നിന്ന് യെരിഹോവിലെത്തിയിരിക്കുകയാണ്. യെരിഹോവിൽ നിന്ന് വീണ്ടും തങ്ങളുടെ യാത്ര തുടരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ അന്ധനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരാനായിട്ട് ശ്രമിക്കുകയാണ്. താൻ ഭിക്ഷയാചിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ ആ വഴിയരികിലൂടെ യേശു കടന്നു പോകുന്നെന്ന് മനസ്സിലാക്കിയ ബർത്തിമായി ഉച്ചത്തിൽ വിളിക്കുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അവൻ അത്യുച്ചത്തിൽ വിളിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ആ ബർത്തിമായിയുടെ ശബ്ദത്തെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ്, നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണ്. ബർത്തിമായിയുടെ ശബ്ദത്തെ നിശബ്ദമാക്കുകയാണ്. അതായത് മിണ്ടരുത്, എത്ര വേദനിച്ചാലും എത്രയൊക്കെ അനീതിയും അക്രമങ്ങളും നേരിട്ടാലും മിണ്ടരുത്, ശബ്ദമുയർത്തരുത് എന്ന സാമൂഹിക തിന്മയുടെ തിട്ടൂരത്തിൻ്റെ പ്രതിഫലനമാണ് ബർത്തിമായിക്ക് നേരെ ഉയർന്ന ആ ശബ്ദങ്ങളെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തറയിലിരുന്ന് ഭിക്ഷയെടുക്കുന്നവനല്ലേ നീ? ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ ഈ കിടന്ന് ബഹളമുണ്ടാക്കുന്നത്? നിന്റെ ആവശ്യമെന്തോ, നിന്റെ ഭിക്ഷ എന്താണോ അത് ഞങ്ങൾ തന്നുകൊള്ളാമെന്ന് ലാഘവത്തോടെ അവൻ്റെ വേദനയെ നിസ്സാരമായി കാണുന്ന ഒരു അധികാരവർഗത്തിൻ്റെ ശബ്ദമാണ് മിണ്ടരുത് എന്ന ബർത്തിമായിക്ക് നേരെ ഉയർന്ന ആക്രോശത്തിൻ്റെ അർത്ഥം. ബർത്തിമായിയും ഒരു മനുഷ്യനാണ്. ദൈവമുഖത്തേക്ക് നോക്കാൻ, ദൈവത്തിൽ നിന്നുള്ള നന്മ പ്രാപിക്കുവാൻ, യേശുവിലൂടെ ലഭ്യമാകുന്ന സൗഖ്യം പ്രാപിക്കുവാൻ അവനും അവകാശമുണ്ട് എന്ന് ആ കൂടും നിന്നവർ, ചുറ്റുമായിരുന്നവർക്ക് മനസ്സിലാകുന്നില്ല. അവർ അതിന് മനസ്സിലാകാൻ തയ്യാറാകുന്നില്ല എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയരെ, ഇന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശുമെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ശ്രമിക്കുന്ന, പരിശ്രമിക്കുന്ന ക്രിസ്ത്യാനി അനുഭവിക്കുന്നതും ഇതുതന്നെയല്ലേ? ഇന്ന് ക്രൈസ്തവൻ്റെ ശബ്ദത്തെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സാമൂഹിക തലങ്ങളിൽ, രാഷ്ട്രീയ തലങ്ങളിൽ ഇന്നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ക്രൈസ്തവനും നേരിടുന്ന വലിയ പ്രതിസന്ധി, യേശുവിനെ സമീപിക്കുവാൻ, യേശുവിൻ്റെ അടുക്കലോളം പോകുവാൻ അവനെ അനുവദിക്കാതെ നിൽക്കുന്ന ഒത്തിരി ആക്രോശങ്ങളാണ്. ഭർത്തിമായി ആഗ്രഹിച്ചത് യേശുവിൻ്റെ അടുക്കലോളം ഒന്ന് എത്തിക്കിട്ടാൻ മാത്രമാണ്. എന്നാൽ അവൻ്റെ ശബ്ദത്തെ അവിടെ ഉണ്ടായിരുന്നവർ അമർച്ച ചെയ്യുകയാണ്. ഇതുപോലെ ദൈവത്തോട് അടുക്കുവാൻ നമ്മെ അനുവദിക്കാതെ ഒത്തിരി ശബ്ദങ്ങൾ നമ്മെ പിന്നിലോട്ട് വലിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ദൈവവിശ്വാസം? ഈ വിശ്വാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. COVID-19 മഹാമാരി ബാധിച്ചിരുന്ന സമയത്ത് നമ്മൾ ഭവനങ്ങളിലായിരുന്നല്ലോ. ദൈവം എവിടെയായിരുന്നു? ഈ ആരാധന ആലയങ്ങളൊക്കെ അടഞ്ഞു കിടന്നപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ എന്നൊക്കെയുള്ള നിശബ്ദമാക്കപ്പെടലിൻ്റെ ശബ്ദങ്ങൾ നമുക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ടില്ല എന്ന് നടിക്കരുത്. വിശ്വാസത്തിൽ നിന്ന് നമ്മെ പുറകിലേക്ക് വലിക്കുന്ന ശബ്ദങ്ങൾ ഞാനും നിങ്ങളും വ്യക്തമായി കേൾക്കണം. ആ ശബ്ദങ്ങളെ വ്യക്തമായ ബോധത്തോടെ അവഗണിക്കണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു വശത്തിൽ വിശ്വാസത്തിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കുമ്പോൾ, മറുവശത്ത് വിശ്വാസത്തിൽ ദൃഢമായി മുൻപോട്ട് പോകുവാൻ, പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് വിശ്വാസ തീവ്രതയിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ഉയരുന്ന ശക്തമായ ആക്രമങ്ങൾ നമ്മൾ ഇന്ന് ആളുകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ അത്തരത്തിൽ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. എന്താണ് നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ആളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ പല കോണുകളിലും ഉയർന്നു കേൾക്കുന്ന ക്രൈസ്തവ വിരുദ്ധമായ പോർവിളികൾ ബർത്തിമായിക്ക് നേരെ ഉയർന്നു വന്ന മിണ്ടാതിരിക്ക എന്ന ശാസനയുടെ ഇന്നിൻ്റെ മാതൃകകളാണ് പ്രിയമുള്ളവരെ. ക്രൈസ്തവ വിശ്വാസത്തെ അമർച്ച ചെയ്യാൻ, ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ആതുര സേവനങ്ങൾക്ക് തുരങ്കം വയ്ക്കുവാൻ, അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ പിന്നിലേക്ക് നയിക്കുവാൻ വ്യക്തമായ തിട്ടൂരമായി, വ്യക്തമായ പദ്ധതികളുമായി ഒരു വിഭാഗം ഉയർന്നിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന വായ്കളെ പൂട്ടി അടയ്ക്കുന്ന, മൂടിക്കുന്ന ലോകം, ഉയർത്തപ്പെടുന്ന കൈകളെ കെട്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിനെതിരെ പ്രതികരിക്കേണ്ടവരോ? എന്താണ് അവരുടെ പ്രതികരണം? ഇന്ന് ക്രൈസ്തവർക്ക് നേരെ ഉയരുന്ന ക്രൈസ്തവ വിരുദ്ധ സമീപനങ്ങളെക്കുറിച്ച് നാം തിരഞ്ഞെടുത്തയച്ച നമ്മുടെ പ്രതിനിധികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരും ബർത്തിമായിക്ക് നേരെ അന്നുയർന്നതുപോലെയുള്ള ശക്തമായൊരു മറുപടിയാണ് പറയുന്നത്: മിണ്ടരുത്, നിങ്ങൾക്ക് ശബ്ദമുണ്ടാക്കാൻ അവകാശമില്ല. എവിടെയാണ് ഞാനും നിങ്ങളും അനുധാവനം ചെയ്യുന്ന ശിഷ്യത്വത്തിൻ്റെ മാതൃക എത്തി നിൽക്കുന്നതെന്ന് ആലോചിക്കണം. ക്രൈസ്തവന് നേരെ ഒരു പ്രതിയാക്രമണം ഉണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടവർ പോലും പ്രതികരിക്കാതെ സ്വാർത്ഥമായ മൗനം ഭുജിക്കുമ്പോൾ വിശ്വാസ ജീവിതം ഒരു പോരാട്ടമാണ് എന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ ആഴമായി മാറുകയാണ്. വിശ്വാസ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത ഒരു പോരാട്ടമാണ് എന്നതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം, വ്യാപ്തി കൂടുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അവരോട് ലൗകികമായി ഇടപെടണമെന്നോ ഭൗതികമായി പ്രത്യാക്രമണങ്ങൾ നടത്തണമോ എന്നുള്ള വാക്കുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നുള്ള ചിന്തയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവന് നേരെ, ക്രിസ്തീയ വിശ്വാസത്തിന് നേരെ ഒത്തിരി അക്രമങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമ്പോൾ നാളെ ഞാൻ നിങ്ങളും ഇരിക്കുന്ന ഈ ആലയത്തിലും അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ധൈര്യമായി കൊണ്ടു നടക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടാകില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യേശു എന്ന നാമത്തെ ധൈര്യമായി ഉറച്ച് പ്രഘോഷിക്കുവാൻ അനുവാദമില്ലാത്തൊരു കാലം വരില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ സാഹചര്യം, അത്തരത്തിലുള്ള ശിഷ്യത്വത്തിന് നേരെയുള്ള വെല്ലുവിളികൾ ഉയരുമ്പോൾ ഞാൻ നിങ്ങളും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ബർത്തിമായി ഭംഗിയായി പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ ബർത്തിമായി നമുക്ക് മാതൃകയായി നൽകുന്നുണ്ട്. ഒന്നാമതായി, നമ്മുടെ മൗനത്തെ ഞാനും നിങ്ങളും വെടിയണം. നമ്മൾ മൗനം ഭുജിക്കുന്നവരായിട്ടിരിക്കാനായിട്ട് പാടില്ല. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 48-ാമത്തെ വാക്യം: മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അവൻ തന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ട മനുഷ്യരോടല്ല പ്രതികരിക്കുന്നത്. അതാണ് ക്രൈസ്തവ മാതൃകയായി ഞാൻ നിങ്ങളും തിരഞ്ഞെടുക്കേണ്ടത്. അക്രമം ഉണ്ടാകുമ്പോൾ, അടിച്ചമർത്തലുണ്ടാകുമ്പോൾ തിരിച്ചും അതേ നാണയത്തിലല്ല പ്രതികരിക്കേണ്ടതെന്ന് ബർത്തിമായി ബോധ്യപ്പെടുത്തുകയാണ്. തന്നോട് നിശബ്ദമായിരിക്കാൻ, മിണ്ടാതിരിക്കാൻ ആക്രോശിച്ച മനുഷ്യരോട് ബർത്തിമായി ഒരു മറുപടിയും പറയുന്നില്ല.
പകരം അവരോട് നിശബ്ദതയും. പക്ഷേ ദൈവത്തോട് ഉയർന്ന ശബ്ദത്തിൽ ഭർത്തിയുമായി നിലവിളിക്കുകയാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികൾക്ക് നേരെ ഞാനും നിങ്ങളും തിരിച്ച് അതേ നാണയത്തിലല്ല പ്രതികരിക്കേണ്ടത്, അതേ രീതിയിലല്ല തിരിച്ച് അക്രമം നടത്തേണ്ടത്. മറിച്ച് നമ്മൾ ദൈവത്തോട് കൂടുതലായി അടുക്കണം. ദൈവമാ നമ്മുടെ നിലവിളി കേൾക്കേണ്ടത്, മനുഷ്യരൊന്നും അല്ല. അവർ കേട്ടിട്ട് കാര്യവുമില്ല. ദൈവമാണ് നമ്മുടെ നിലവിളി കേൾക്കേണ്ടത്. അവിടെ ഭർത്തിയുമായി നിശബ്ദത പാലിക്കാൻ തയ്യാറായില്ല. പൂർവാധികം ശക്തിയോടെ മിണ്ടാതിരിക്കുക എന്ന ആക്രോശം എത്ര ഉയരത്തിൽ വന്നുവോ, ആ ശബ്ദത്തിൻ്റെ ഡെസബൽ എത്ര ഉയരത്തിലാണോ അതിലും ഉയർന്ന ഡെസബലിൽ ഭർത്തിയുമായി യേശുവിനെ വിളിക്കുകയാണ്. ആ വിളിക്ക് മറുപടി ഉണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ഭർത്തിയുമായി നമുക്ക് നൽകുന്ന മാതൃക അതാ, ക്രിസ്തുവിനെ സമീപിക്കാൻ മനസ്സുണ്ടാകണം. മൗനം വെടിഞ്ഞ ഭർത്തിയുമായിയുടെ ശബ്ദത്തെ യേശു ക്രിസ്തു കേട്ടു. 49 വാക്യം, അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. അവനെ അമർച്ച ചെയ്യാൻ നിന്ന ശബ്ദത്തിനും ഉയരത്തിൽ അവൻ യേശുവിനെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു തൻ്റെ യാത്ര അവിടെ നിർത്തുകയാണ്. താൻ മുൻപോട്ട് നടന്നുകൊണ്ടിരുന്നത് ആ യാത്ര, ആ നടത്തം അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യർക്ക് നേരെയല്ല നമ്മുടെ നിലവിളികൾ ഉയരേണ്ടത് പ്രിയമുള്ളവരെ. കാതു തുറന്ന് കേൾക്കുവാൻ മനസ്സുള്ള യേശുവിന് നേരെയാണ് നമ്മുടെ നിലവിളികൾ ഉയരേണ്ടത്. കർത്താവ് അവിടെ നിൽക്കും. നിന്ന് തിരിഞ്ഞ് അവനെ നോക്കിയിട്ട് അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മുടെ മൗനം ഞാനും നിങ്ങളും വെടിയുമ്പോൾ ക്രിസ്തു നിൽക്കും, നമ്മളെ വിളിക്കും. നമ്മൾ അപ്പോൾ യേശുവിനെ സമീപിക്കണം. എങ്ങനെയാ സമീപിക്കേണ്ടത്? അതും ഭർത്തിയുമായി ഭംഗിയായി പറയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 50 വാക്യം, അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. ഒരു ദരിദ്രനായ ഭിക്ഷാടകൻ്റെ, യാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലൊന്നാണ് അവൻ തൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന പുതപ്പ്, തൻ്റെ പുറങ്കുപ്പായം. ഇല്ലേ? പകലിലെ ചൂടിൽ നിന്നും രാത്രിയിലെ തണുപ്പിൽ നിന്നുമൊക്കെ അവനെ സംരക്ഷിച്ച് പിടിക്കുന്ന അവൻ്റെ സംരക്ഷണ കവചമാണ്, അവൻ്റെ സങ്കേതമാണ് അവൻ കൊണ്ടു നടക്കുന്ന ആ പുറങ്കുപ്പായം. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ, യേശു തന്നെ വിളിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, തൻ്റെ നിലവിളിക്ക് മറുപടി ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അവന് ബാധ്യതയായി, അവന് വേഗത്തിൽ ഓടുന്നതിന് തടസ്സമായി നിന്നിരുന്ന പുറങ്കുപ്പായത്തെ അവൻ വലിച്ചെറിഞ്ഞു കളയുകയാണ്. അവൻ്റെ സംരക്ഷണമായി അവൻ അന്നുവരെ കരുതിയിരുന്ന എല്ലാറ്റിനെയും അവൻ ബാധ്യതയായി കണ്ട് അവൻ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് പുറങ്കുപ്പായത്തോടുകൂടെ യേശുവിനെ കാണാനാണ് ആഗ്രഹം. നമുക്കെല്ലാവർക്കും ഒന്നും ഉപേക്ഷിക്കാതെ നമുക്കുള്ള എല്ലാ സുഖങ്ങളോടും കൂടെ, എല്ലാ സംരക്ഷണങ്ങളോടും കൂടെ യേശുവിനെ കാണാനാണ് ഇഷ്ടം. ഞാൻ എങ്ങനെ ആയിരിക്കുന്നു ആ നിലയിലേ ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോകത്തുള്ളൂ. യേശു വേണമെങ്കിൽ എന്നെ സ്വീകരിച്ചാൽ മതി എന്ന ധാർഷ്ട്യത്തിൻ്റെ ഭാവമാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്കുള്ളത്. സങ്കടമുണ്ട്. എന്നാൽ ഭർത്തിയുമായി മറ്റൊരു മാതൃകയാണ് നൽകുന്നത്. അവന് വേഗത്തിൽ യേശുവിൻ്റെ അടുക്കൽ എത്താൻ തടസ്സമായത് ആ പുതപ്പിൻ്റെ ഭാരമാണെന്ന് കണ്ടപ്പോൾ അവൻ അതിനെ ദൂരെ എറിഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. കർത്താവിൽ പ്രിയ ദൈവജനമേ, യേശുവിൻ്റെ അടുക്കലോളം നമ്മെ എത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ സംരക്ഷണത്തിൻ്റെ കവചങ്ങൾ, പുറങ്കുപ്പായങ്ങൾ നമ്മൾ ഊരി മാറ്റുക തന്നെ വേണം. അത് പലപ്പോഴും ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തുവാനുള്ള നമ്മുടെ വേഗത കുറയ്ക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തുവാനുള്ള ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഊരി മാറ്റേണ്ടവയെ, വലിച്ചെറിയേണ്ടവയെ ധൈര്യമായി വലിച്ചെറിയണം. അവസാനമായി ഭർത്തിയുമായി കാണിച്ചു തരുന്ന ശിഷ്യത്തിൻ്റെ മനോഹരമായൊരു മാതൃകയുണ്ട്. രൂപാന്തരം നേടുന്ന ഒരു മാതൃക. തൻ്റെ നിലവിളിക്ക് യേശു മറുപടി നൽകിയപ്പോൾ യേശുവിൻ്റെ അടുക്കലോളം ഭർത്തിയുമായി ഓടിയെത്തിയപ്പോൾ യേശു അവനോട് പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 10 അധ്യായം 49 വാക്യം, യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. ആ ഒടുവിലത്തെ 2 വാക്കുകൾ, യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഭർത്തിമായിക്ക് തൻ്റെ ആഗ്രഹ സഫലീകരണം ഉണ്ടായിരിക്കുകയാണ്.
താൻ ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ ജീവിതത്തിൽ ഭാരമായി കൊണ്ടു നടന്ന അന്ധത എന്ന തൻ്റെ ജീവിതത്തിൻ്റെ നല്ല നന്മകളെയൊക്കെ കാർന്നു നിന്ന ആ തകർച്ചയുടെ അനുഭവം ബർത്തിമായിയുടെ ജീവിതത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അവൻ സ്വതന്ത്രനായി മാറിയിരിക്കുകയാണ്. ഇനി അവൻ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ആരുടെയും വഴികാട്ടലിൻ്റെ ആവശ്യം ബർത്തിമായിക്കില്ല. അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണിനെ ബാധിച്ചിരുന്ന അന്ധത മാറിയിരിക്കുകയാണ്. അവൻ ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അവിടെയാണ് ബർത്തിമായി വ്യത്യസ്തനായിരിക്കുന്നത്. അവൻ യേശുവിനെ അനുഗമിച്ചു. ബർത്തിമായി യേശുവിനെ അനുഗമിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. നമ്മൾ അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിക്കും, ഒത്തിരി പ്രാർത്ഥിക്കും, ഉപവാസം ഇരിക്കും, ദൈവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ട് കാണിക്കകൾ അർപ്പിക്കും, ഒരുമിച്ച് എല്ലാവരോടും പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടും. എന്നാൽ നാം ആഗ്രഹിച്ച നന്മ ലഭിച്ചു കഴിയുമ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ അനുഗമിക്കാറുണ്ടോ? ക്രിസ്തു വന്ന വഴിയെ പോകും. നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ടത് ആ വഴിയെ ഞാനും നിങ്ങളും പോവുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശിഷ്യത്തിൻ്റെ പുതിയൊരു മാതൃക അതല്ല എന്ന് ബർത്തിമായി കാണിച്ചു തരികയാണ്. ബർത്തിമായി എന്താണ് ചെയ്തത്? തനിക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ താൻ വന്ന വഴിയെ പോകാതെ, തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങാതെ, തൻ്റെ സന്തോഷങ്ങളിലേക്ക് മടങ്ങാതെ ക്രൂശെടുക്കാൻ, കുരിശിനെ വഹിക്കാനാണ് തയ്യാറായത്. യേശുവിൻ്റെ പിന്നാലെ അവൻ യേശുവിനെ അനുഗമിക്കുവാൻ അവൻ തയ്യാറായി. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നത് മാത്രമല്ല ശിഷ്യത്വം. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നത് മാത്രമല്ല ശിഷ്യത്വം, മറിച്ച് യേശു നമുക്ക് നൽകുന്ന ജീവിതം ഉപയോഗിച്ച് നാം എന്ത് ചെയ്യുന്നു എന്നതിലാണ് ശിഷ്യത്വത്തിൻ്റെ മാതൃകയുള്ളത്. കർത്താവ് നൽകിയിരിക്കുന്ന ആരോഗ്യവും ആയുസ്സും ഭൗതിക നന്മകളും നാം എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മളായിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ സൗഹാർദ്ദപരമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചില്ല എങ്കിൽ നാം വീണു പോകുമേ. നമ്മുടെ വിശ്വാസത്തിൽ ദൃഢത കൈവരിച്ചില്ല എങ്കിൽ ഞാനും നിങ്ങൾ വീണു പോകുമേ. പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. മിണ്ടാതിരിക്കുക എന്ന ആക്രോശങ്ങൾ ഉയരുമ്പോൾ നമ്മൾ മൗനരായി പോകും, മൗനത്തിലായി പോകും. അതുണ്ടാകരുത്. ബർത്തിമായി വലിയൊരു മാതൃക നൽകുകയാണ്. മൗനം വെടിയണം. ആക്രോശങ്ങൾക്ക് നേരെയല്ല പ്രതികരിക്കേണ്ടത്, ക്രിസ്തുവിന് നേരെ കരയണം, ക്രിസ്തുവിന് നേരെ നിലവിളിക്കണം, ക്രിസ്തുവിനോട് നിലവിളിക്കണം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പ്രതിസന്ധികൾ നമ്മെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഭയപ്പെടരുത്. നമ്മുടെ മൗനത്തെ നാം വെടിയണം, ക്രിസ്തുവിനെ സമീപിക്കണം. സൗഖ്യം ലഭ്യമാകുമ്പോൾ, നന്മ ലഭ്യമാകുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കണം. ആ രൂപാന്തരം നമ്മിലുണ്ടാകണം. കണ്ണുണ്ടായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു പോയ നാം ഓരോരുത്തരുടെയും മുൻപിലൂടെ യേശു ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു നിലവിളിക്കായി, ഒരു ഉറച്ച ശബ്ദത്തിനായി എന്നോട് കരുണ തോന്നണമേ. ദാവീദ് പുത്ര എന്ന അചഞ്ചലമില്ലാത്ത വിശ്വാസത്തിൽ നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥനയ്ക്കായി ക്രിസ്തു കാതോർക്കുകയാണ്. നമ്മൾ കണ്ടുണ്ടായിട്ടും ക്രിസ്തുവിനെ കാണുന്നില്ല എന്ന് തിരിച്ചറിയണം. കണ്ണു തുറന്ന് കർത്താവിനെ കാണണം. പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളെ അതിജീവിച്ച് ഉച്ചത്തിൽ കർത്താവിനെ സമീപിക്കണം. കർത്താവിൻ്റെ അടുക്കലോളം പോകണം. ആവശ്യത്തെ കർത്താവിനോട് പറയണം. ഭാരങ്ങളെ, പുതപ്പിനെ പുറകിലെറിഞ്ഞു കളയണം. ഏറ്റവും ഒടുവിൽ നന്മ പ്രാപിച്ച് തിരിഞ്ഞു നടക്കുവാനല്ല, കർത്താവിന് നേരെ, കർത്താവിനൊപ്പം അനുഗമിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതാകട്ടെ ശിഷ്യത്വത്തിൻ്റെ പുതിയ മാതൃകകൾ. ഈ കഷ്ടാനുഭവത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അങ്ങനെ ശിഷ്യത്വത്തിന് നല്ല മാതൃകകൾ ഉണ്ടാക്കുവാൻ, തിരുത്തേണ്ടത് തിരുത്തപ്പെടുവാൻ, സമീപനങ്ങളിൽ മാറ്റമുണ്ടാകുവാൻ, ധൈര്യമുണ്ടാകേണ്ടത് ധൈര്യമുണ്ടാകുവാൻ ഈ വചനം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഈ ആലോചനകളാൽ ദൈവം നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.